കുറച്ച് കാച്ചിലൊക്കെ പറിക്കണ ഒരു വീഡിയോ കാണിക്കാമെന്ന് ഓർത്തിട്ടാ. അപ്പം ഇന്നലെ വൈകിട്ട് പറിച്ചതാണ് കേട്ടോ. പുഴുക്കുണ്ടാക്കാമെന്ന് ഓർത്ത്. അപ്പോൾ വർഷം നട്ട കാച്ചിലുണ്ടാവും. അപ്പോൾ ടെറസിൻ്റെ മേളിലാണിത്. ഇപ്പം നമ്മുടെ ടാങ്ക് പൊട്ടിപ്പോയായിരുന്നു കേട്ടോ, വെള്ള ടാങ്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ മണ്ണും കരിയിലയും കൂടി ഇട്ട് ഇതുവരും പിന്നെ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇടുമായിരുന്നു. അങ്ങനെ ഇട്ടിട്ട് ഉണ്ടായതാണ്. അതിൻ്റെ തണ്ടൊക്കെ ഉണങ്ങിപ്പോയായിരുന്നു. മൊത്തം കാച്ചിലെല്ലാം ഉണങ്ങി. നമ്മൾ തിരഞ്ഞു നോക്കിയതാണ് ഇങ്ങനെയാണ്. അപ്പോൾ മണ്ണിനധികം ഇതില്ല, കട്ടി ഇല്ലാത്തതുകൊണ്ട് ഉറച്ചിരിക്കാത്ത മണ്ണായിരുന്നു കേട്ടോ. നല്ല കുഴഞ്ഞു കിടക്കുന്ന മണ്ണായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഈ ടാങ്കിൻ്റെ അകത്താണല്ലോ, അതുകൊണ്ട് വേഗം ഇളക്കി പറിച്ചെടുത്ത്. ഇനി അടുത്ത ടാങ്കിൻ്റെ അകത്തുള്ളത് 2 ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിൻ്റെ അകത്തുള്ളത് ചേമ്പൊക്കെ ഉണ്ട്. ഇനി അതൊന്നും നോക്കണം. അപ്പോൾ ഏതായാലും ഒരു പുഴുക്കുണ്ടാക്കുക. ഏതായാലും നമ്മൾ തിരുവാതിരൊക്കെ പുഴുക്കൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് കപ്പയുണ്ട്, കണ്ടിക്കിഴങ്ങുണ്ട്, ചെറുകിഴങ്ങെന്നും പറയുമല്ലോ അതിനെ. പിന്നെ നമ്മുടെ കാച്ചിൽ, പിന്നെ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ്, കൂർക്കയുണ്ട്. ഇതെല്ലാം കൂടി അരിഞ്ഞ് കഴുകിയൊക്കെ എടുത്തേക്കേണ്ട. ഞാൻ ഇപ്പോൾ വലിയ പാത്രത്തിൽ വെക്കണമല്ലോ. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്താണ് ഞാൻ ഉണ്ടാക്കാമെന്ന് ഓർത്തത്. അപ്പോൾ അതിനകത്തോട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി അങ്ങനെ വെള്ളം പോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത്, അല്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ടുണ്ടെങ്കിൽ അവിടെ കട്ട പിടിക്കുമല്ലോ. അത് അപ്പോൾ സാധനമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല കാച്ചിലായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കാച്ചിൽ ഞങ്ങളുടെ ഇവിടെ കാച്ചിൽ വെക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് ഇട്ടതാണ് കേട്ടോ. കാച്ചിൽ അതിൻ്റെ പുറത്തോട്ട് കിട്ടിയതിൻ്റെ ഒരു കഷ്ണം കൊണ്ട് ഇട്ടതാണ്. പക്ഷേ അത് പിടിച്ച് കിട്ടിയതായാലും അതുകൊണ്ട് ഞങ്ങളെ വീട്ടിലെ കാച്ചിലുണ്ടാക്കി ഞങ്ങൾക്ക് ഇതാ പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാറായിട്ട്. ഇപ്പോൾ നല്ല അടിപൊളി പുഴുക്കൊക്കെ അതിൻ്റെ അകത്ത് താളിച്ച് ഉള്ളിയും വേപ്പിലയൊക്കെ താളിച്ചൊക്കെ ഇട്ട് നല്ല പുഴുക്കാണ്. അപ്പോൾ കണ്ടുമൊക്കെ എല്ലാവരും. അപ്പോൾ ചോറ് കൂടി കഴിക്കാമെന്ന് ഓർത്തുകൊണ്ട് ഉച്ചക്കാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം. പിന്നെ കമൻറ്റും ഒക്കെ ചെയ്തേക്കണം കേട്ടോ. ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും ഒന്ന് പറഞ്ഞേക്കണം കണ്ടു കഴിഞ്ഞിട്ട്.